നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സുകാരെ പറ്റിയിട്ടാണ്. ബസ്സുകാരിപ്പം അവർക്ക് ക്രെഡിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങി. വാസ്തവത്തിൽ സംഭവം ഒരു അപകടമാണെങ്കിലും അത് ബസ്സുകാരുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഒരു അപകടമാണ്. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു. മലപ്പുറത്ത് തുറവൂരിൽ, അതായത് കൊണ്ടോട്ടിയുടെയും ഐക്യരപ്പടിയുടെയും ഫറോക്കിൻ്റെ ഒക്കെ ഇടയിൽ തുറവൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ട് ഒരു മധ്യവയസ്കൻ അദ്ദേഹം ബസ്സിലോട്ട് കയറുന്നു. ബസ്സിൽ കയറി കാലെടുത്ത് വെച്ച് ഉള്ളിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ബെല്ലടിച്ച് വിടുന്നു. ബെല്ലടിച്ച് വിട്ടിട്ട് ബസ് എടുക്കുന്നതോടുകൂടി ഇയാൾ വീഴാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം ഒന്ന് വീഴുന്നു. അപ്പോഴത്തേന് കണ്ടക്ടർ ചാടി പിടിച്ചതോടുകൂടി ഇങ്ങോട്ട് വലിച്ചപ്പോൾ പിന്നെയും വീഴുന്ന സമയത്ത് ഡ്രൈവർ യാദർച്ഛികമായി ഡോർ അടയ്ക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആളുകൾ കയറുന്നതിന് മുന്നേ അവർക്ക് ഇരിക്കാനോ ഒരു ഇരിപ്പിടമോ അല്ലെങ്കിൽ നിൽക്കാൻ ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനത്തോ എത്തുന്നതിന് മുൻപ് തന്നെ ഇവരെ ഈ ബസ് എടുത്ത് മുൻപോട്ട് പോവുകയാണ്. കാരണം ബസ് എടുത്ത് പായുകയാണ്. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ആളെ പെറുക്കണം, പിന്നത്തെ സ്റ്റോപ്പിൽ നിന്ന് ആളെ പെറുക്കണം. അതല്ലെങ്കിൽ വേഗത വരുന്നവർ മുന്നിൽ പോകുന്നുള്ള രീതിയിൽ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഈ സ്വഭാവമാണ്. അപ്പോൾ റിപ്പോർട്ടർ ചാനലിലോട്ട് ഇത് വിട്ടത് ഏതോ ഒരു മുബഷീറാണ്. ഈ മുബഷീർ ഒരു മാസമായിട്ട് എവിടെയാണെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മുടെ റിപ്പോർട്ടർ ചാനലിന് ഒരു മാസത്തിന് ശേഷവും ഒരു മാസം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ന്യൂസ് കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ബസ്സുകാർ റീച്ച് എടുക്കാനും അവസരത്തിനൊത്ത ഒരു പണിയാണിത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ബസ്സുകാർ ഉണ്ടാക്കുന്നത് തന്നെ അപകടങ്ങളാണ്. അദ്ദേഹം കയറുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം കയറി എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുന്നതിന് മുന്നേ തന്നെ ബസ് എടുത്തപ്പോൾ അയാൾ വീഴാൻ പോയി. എന്തോ ഭാഗ്യത്തിന് അവർ ഡോറ് അപ്പം അടച്ചത് തന്നെ ഭാഗ്യം. കാരണം ഇവരൊക്കെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, കിലോമീറ്ററുകളോളം ഡോറ് ഇട്ടിട്ട് പോകുന്ന അങ്ങനെ തുറന്നു പിടിച്ച് പോകുന്ന, ചിലപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ, ഐക്യരപ്പടിയിൽ നിന്ന് കോഴിക്കോട് വരെയൊക്കെ, അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് ചെറുപ്പശ്ശേരി വരെയൊക്കെ പോണ വണ്ടിക്കാർ അല്ല ബസ്സുകാർ, പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഡോർ അടയ്ക്കാതെ പോകുന്നവരൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അടുത്ത സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ആൾക്കാർ കയറാനുള്ള പാകത്തിന് ഈ ഡോറ് തുറന്നു പിടിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ എമർജൻസി ഡോറാണല്ലോ, മറ്റേ തുറക്കുന്ന അടയ്ക്കുന്ന ഡോറല്ല. ഇപ്പോൾ ചില ബസ്സുകളിലെല്ലാം ഈ എമർജൻസി ഡോറാണ്. അപ്പോൾ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഡ്രൈവർ എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഇടുന്നു, തുറക്കുന്നു, അടയ്ക്കുന്നു. അപ്പോൾ ഏത് സമയത്തും തോന്നിയ സമയത്തൊക്കെ തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതുപോലുള്ള സംവിധാനത്തിലാണ് ഇപ്പോൾ ബസ് നിൽക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിൽ ഒരു ന്യൂസ് കിട്ടി. അപ്പോൾ നമുക്ക് ആ വീഡിയോ തീർച്ചയൊന്ന് കാണാം, അതിനുശേഷം ബാക്കി പറയാം. മലപ്പുറത്ത് ഓടുന്ന ബസ്സിൽ നിന്ന് പുറത്തേക്ക് വീഴാൻ പോയ വയോധികനെ രക്ഷപ്പെടുത്തി കണ്ടക്ടർ. കൊണ്ടോട്ടി ഫറോക്ക് റൂട്ടിൽ സർവീസ് നടത്തുന്ന ചോലയിൽ ബസ് കഴിഞ്ഞ 18-നാണ് ഈ സംഭവം ഉണ്ടായത്. തുറക്കൽ നിന്ന് കയറിയ വയോധികനാണ് ബസ് മുന്നോട്ടെടുത്ത് ഉടനെ വീഴാൻ പോയത്. കണ്ടക്ടർ മുഹമ്മദ് അലി ജൌഹർ യാത്രക്കാരന്റെ കയ്യിൽ പിടിച്ചു രക്ഷപ്പെടുത്തിയതോടെയാണ് വൻ ദുരന്തം ഒഴിവായത്. ആ ദൃശ്യങ്ങൾ കാണാം. കണ്ടക്ടർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് കൊണ്ടോട്ടി ഫറോക്ക് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ്. ഈ ബസ്സിന്റെ പേര് ചോലയിൽ എന്നുള്ളതാണ് ഈ ഒരു ബസ്സിന്റെ പേര്. കഴിഞ്ഞ 18-ാം പിടിച്ച് തിരികെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുബഷീറാണ് അതിന്റെ വിവരങ്ങൾ നമുക്ക് പങ്കുവെച്ച് നൽകിയത്. കണ്ടില്ലേ, ഇതാണ് വീഡിയോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ റിപ്പോർട്ടർ ചാനലിന് ഒരു ന്യൂസ് മുബഷീർ എന്ന് പറയുന്ന ആൾ കൊടുക്കുന്നു. അപ്പോൾ ഈ 18-ാം തീയതി കഴിഞ്ഞ മാസം 18-ാം തീയതി സംഭവിച്ച കാര്യങ്ങളാണ് ഇന്നലെയാണ് റിപ്പോർട്ടർ ചാനലിന് കിട്ടിയത്. അപ്പോൾ അതുവരെ ഈ റിപ്പോർട്ടർ ചാനലിന് ന്യൂസൊന്നും കിട്ടിയില്ല. വേറെ ഇതുവരെ ഒന്നും ഞാൻ ഒരു ന്യൂസ് ചാനൽ കണ്ടിട്ടില്ല. കണ്ടാൽ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയാം. കാരണം ഇവർ ഈ ആളെ കൊല്ലാനായിട്ട് വണ്ടി എടുത്ത് പായുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. കാരണം മധ്യവയസ്കരായ ആളുകളുണ്ട്, പുരുഷന്മാരായാലും സ്ത്രീകളായാലും കയറാനും ഇറങ്ങാനും വളരെ പ്രയാസമുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ ബസ്സിൻ്റെ ഫുട്ബോർഡ് വളരെ ഉയരത്തിലാവും. അപ്പോൾ ഒരു കാലെടുത്ത് വെച്ച് അമർത്തി കയറാനുള്ള സാവകാശം കിട്ടുന്നതിന് മുമ്പൊക്കെ തന്നെ നമ്മൾ ബെല്ലടിച്ച് വിടുന്ന ബസ്സുകാരാണ്.
അപ്പോൾ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ബസ്സുകാരൻ്റെ പിന്നെ തക്ക സമയത്തുള്ള ഇടപെടലുകൊണ്ട് ദൈവത്തിൻ്റെ കൈകൾ എന്നൊക്കെ പറയും. ദൈവത്തിൻ്റെ കൈകളല്ല, ഇവർ ദൈവത്തിൻ്റെ കൈകൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ഇവർ സ്വന്തമായിട്ട് ഇവർ രക്ഷപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ കയറ്റുന്ന ആൾക്കാരെ ഇവർ തന്നെ തള്ളിയിടുന്നു, എന്നിട്ട് അവർ തന്നെ അത് ചാടിപ്പിടിക്കുന്നു ആൾ വീഴാതെ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ദർശനത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം അയാൾ വീഴുന്നു, ആ ഡോർ അടയുന്നു. ആ ഡോർ അടഞ്ഞിട്ടില്ലെങ്കിൽ കണ്ടക്ടറോടുകൂടി ചിലപ്പോൾ അയാൾ പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. കണ്ടക്ടറും ചിലപ്പം ഇയാളെ പിടിക്കുന്ന സമയത്ത് രണ്ടാളും കൂടെ റോഡിലോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ യാത്രക്കാരെയൊന്നും കുറ്റം പറയുന്നില്ല. യാത്രക്കാർ ഞാൻ പറഞ്ഞ പല അവസ്ഥയിലുള്ള യാത്രക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ ഇതൊരു ഒന്നും മനസ്സിലാക്കാനായിട്ടാണ്. അപ്പോൾ റിപ്പോർട്ടർ ചാനലിന് കിട്ടിയ ന്യൂസ് റിപ്പോർട്ടർ ചാനൽ അങ്ങനെ തന്നെ പ്രസിദ്ധീകരിച്ചു വെച്ചു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏതൊരു മനുഷ്യന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഇവർ ആൾ കയറുന്നതിന് മുന്നേ ഒരു സ്റ്റെപ്പ് കയറി, രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി, വണ്ടിയുടെ ഫ്ലാറ്റ് പുറത്തോട്ട് കയറിയപ്പോൾ തന്നെ ഇവരങ്ങോട്ട് ബെല്ലടിച്ചു. അതാണ് ആ സംഭവം വീഴാൻ പോകാൻ കാരണം. എന്തായാലും അദ്ദേഹം രക്ഷപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നമുക്ക് അഭിനന്ദിക്കാനേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ യാത്രക്കാർക്ക് എപ്പോഴും നമ്മൾ സപ്പോർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാരെ വളരെ രീതിയിൽ പ്രൈവറ്റ് ബസ്സുകാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അർജൻറ്റാണ്, അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ആളെ വാരണം, അതിനുള്ള രീതിയിലാണ് അവർ പോകുന്നത്. ഇത് മനസ്സിലായില്ലേ? അപ്പോൾ റിപ്പോർട്ടർ ചാനലിന് ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കുക. നിങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ച് അയാൾക്ക് കണ്ടക്ടർക്ക് സ്ഥലപ്പേരുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ബസ്സുകാർ തന്നെയാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക, മനസ്സിലായില്ലേ? ഇതിനു മുമ്പ് തന്നെ ഇത് പല പ്രാവശ്യവും പല ബസ്സിനകത്തുനിന്നും ആളുകൾ കൊഴിഞ്ഞു ചാടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വീണിട്ടുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു അത്ഭുതമല്ല, ഒരു പുത്തരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ബസ്സുകാരനെ വേണം നമ്മൾ പഴി പറയും. ബസ്സുകാരൻ്റെ ഒറ്റ പ്രശ്നമാണ് ഈ യാത്രക്കാരെല്ലാം വീഴാൻ കാരണം, മനസ്സിലായില്ല? ഇപ്പോൾ ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കുറേ പ്രൈവറ്റ് ബസ്സുകാർ അവിടെ KSRTC ആണ് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ KSRTC കൂടുതൽ പിന്നെ നേരെ നിർത്തിയിടുന്നു. അവർ പാർക്ക് ചെയ്യുന്ന പാർക്കിങ്ങിലൊന്നും പ്രൈവറ്റ് ബസ്സിന് സ്ഥാനമില്ല. കാരണം അവർക്ക് എല്ലാവരെയും ആളെ കയറ്റണം, അവരാണ് കൂടുതൽ ആളെ കൊല്ലുന്നതെന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രതിഷേധമൊക്കെ തിരുവനന്തപുരം തമ്പാനൂരും പോലത്തെ സെക്രട്ടേറിയറ്റ് വരെയുള്ള സ്ഥലങ്ങളിൽ കൂടിയൊക്കെ ഒരു സംഘം ബസ്സുകാർ, കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒക്കെ പിന്നെ പണി മുടക്കിയിരുന്നു, അല്ല ഇങ്ങനെ സമരം ചെയ്തിരുന്നു. അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, KSRTC മാത്രമൊക്കെ ചെയ്യുന്നു, അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് KSRTCനെ അടച്ചാപേക്ഷിക്കാനൊന്നും പറ്റില്ല. ഇവരൊന്നും അത്ര നല്ല ആളുകളൊന്നുമല്ല. ഇവർ കുറച്ച് ആൾക്കാർ പുണ്യവാളന്മാരായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഇവരെങ്ങനെയായാലും ബസ്സിൽ കയറുമ്പോൾ ഒരാളെങ്കിലും കൊഴിഞ്ഞ് ചാടാതെ അല്ലെ വീഴാതെ ഇരിക്കില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വയസ്സായാലും ചെറുപ്പക്കാരായാലും അവർക്ക് കയറാൻ സ്പീഡ് കുറവാണ്. ഇനി ആണുങ്ങളായാലും അങ്ങനെ തന്നെ. പിന്നെ ഈ ബസ് ഈ കപ്പൽ അല്ല ഈ പ്ലെയിൻ പോണമാർക്ക് അങ്ങനെ പറപ്പിച്ച് പോയിട്ടൊന്നും കാര്യമില്ല. ജനങ്ങളുടെ ജീവനും കൂടി നോക്കണം. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഈ കാര്യങ്ങളിൽ ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു മാസമായിട്ട് ഈ മുബഷീർ ഇപ്പോഴാണ് ഈ വിവരം കൊടുക്കുന്നത്. അതുവരെ റിപ്പോർട്ടർ ചാനലിന് ഈ വിവരം കിട്ടിയിട്ടുമില്ല, മുബഷീറിനെ കണ്ടിട്ടുമില്ല, മുബഷീർ അറിഞ്ഞിട്ടുമില്ല. മുബഷീറിന് അയച്ചു കൊടുത്താണ്. അപ്പോൾ മുബഷീർ നേരത്തെ ആ സംഭവം നടക്കുന്ന സമയത്ത് അയച്ചു കൊടുക്കേണ്ടിരുന്നത്. അത് എവിടെയായിരുന്നു? ശരിയെന്നാൽ നിർത്തി നോക്ക്.